കുറച്ച് കഴിയുമ്പോൾ ഈ ബാറിൽ ഈ 11 മണിക്ക് അക്രമം നടത്തിയ പ്രതികൾ ആരായി മാറിയനെ? ഈ കുടുംബമായി മാറിയനെ. അക്രമികളെ കാണുന്നു, അവരെ അടിച്ചു നിരത്തുന്നു. ഇങ്ങനെയാക്കി മാറ്റാനാണ് ഈ 2 FIR ഇട്ടത്. പക്ഷേ ദൈവത്തിന്റെ കരങ്ങൾ അവിടെ കയറി. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയില് ഒരു വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന, വീട്ടിലേക്ക് പോകുന്ന ദമ്പതികളടക്കമുള്ള ഒരു കൂട്ടത്തെ പോലീസ് രാത്രിയിൽ 10-11 മണി കഴിഞ്ഞ സമയത്ത് നടു റോഡില് ഒരു കാരണവുമില്ലാതെ അടിച്ച് ചതച്ചത്. ആ സ്ത്രീയുടെ തോളല് പൊട്ടി, അതുപോലെ ഭർത്താവിന്റെ തല പൊട്ടി, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ പരിക്കുണ്ട്. തലങ്ങും പൊലങ്ങും അറഞ്ചം പുറഞ്ചം അടിക്കുമായിരുന്നു, യാതൊരു കാരണവുമില്ലാതെ. വണ്ടി കൊണ്ടുവച്ച് നിർത്തി അടി അങ്ങോട്ട് തുടങ്ങി. എന്നാൽ പിറ്റേന്ന് സംഗതി വിവാദമാകുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസ് പ്രതിസ്ഥാനത്തായി. പോലീസുകാർക്കെതിരെ FIR ഇട്ടു. സ്ഥലം മാറ്റി സുരക്ഷിതമാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പ്രതിഷേധം കനത്തു കഴിഞ്ഞപ്പോൾ സസ്പെൻഷൻ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ സസ്പെൻഡിലാണ്. എന്നാൽ ഏറ്റവും വലിയ ടെസ്റ്റ് പിന്നീടാണ്. ഈ കേസ് അട്ടിമറിക്കാനും ഈ മർദ്ദനമേറ്റ ആ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തെ ബാർ അതിക്രമിച്ച് അവിടെ കുഴപ്പങ്ങളുണ്ടാക്കിയ കേസിലെ പ്രതികളാക്കാനും വേണ്ടി ഒരു ഗൂഢശ്രമം നടന്നു പോലീസിന്റെ. ആ ഒരു അബദ്ധം എപ്പോഴും കേരള പോലീസ് എന്നല്ല, ഇവിടെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ രക്ഷയ്ക്ക് ഒന്നുകിൽ കോടതി വരുന്നു, അല്ലെങ്കിൽ ദൈവം കൂടെ വരുന്നു. ഇതാണ് നിലവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നീതി സംവിധാനത്തെ, നമ്മുടെ പോലീസ് സംവിധാനത്തെ നിയമത്തിന്റെ വഴിക്ക് അല്ലെങ്കിൽ നീതിയുടെ വഴിക്ക് കൊണ്ടുപോകാൻ നമ്മുടെ സർക്കാർ സമ്മതിക്കില്ല. ഇവിടെ ഈ കുടുംബത്തെ, ഈ അടികൊണ്ട ആ കുടുംബത്തെ ഉണ്ടല്ലോ, അവിടെ ബാറ് ആക്രമിച്ചു വന്ന കേസിൽ പ്രതി ചേർക്കാനുള്ള ഒരു ഗൂഢശ്രമം നടന്നതാണ് ഇപ്പൊ പൊളിഞ്ഞു വീണത്. അത് ഈ കേസ് എടുത്തിട്ടുള്ള FIR നമ്പറുകളും അതിന്റെ സമയവും നോക്കിയാൽ മനസ്സിലാവും. ഒരു FIR ഇട്ടിട്ടുള്ളത് FIR നമ്പർ 295. അഖിൽ ഷാൻ എന്നൊരാളാണ് പരാതി കൊടുത്തേക്കുന്നത്. അത് കുറ്റകൃത്യം നടന്ന സമയം 4/2/2025 രാത്രി 11:15. ഇത് പിഴച്ചു പോയതാട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. പ്രതികൾ കണ്ടാൽ അറിയാവുന്ന 10 പേർ. FIR ഇട്ടത് രാവിലെ 10:11. പ്രതികൾക്ക് ബാർ ക്ലോസ് ചെയ്തതിന് ശേഷം മദ്യം കൊടുക്കാത്തതിലുള്ള വിരോധ നിമിത്തം ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്നുള്ള അറിവോടും തങ്ങളുടെ പൊതു ഉദ്ദേശകാര്യ സാധ്യത്തിനായി 4/2/2025 തീയതി രാത്രി 11:15 മണിയോടെ പത്തനംതിട്ട വില്ലേജിൽ കണ്ണങ്കര എന്ന സ്ഥലത്ത് ഉള്ള ഹൈഡൈ ബാറിന്റെ ഇടതുവശം പ്രധാന വാതിൽ തള്ളി തുറന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും സ്റ്റാഫുകൾ വാതിൽ അടച്ചപ്പോൾ അസഭ്യം പറഞ്ഞ് മുൻവശം പ്രധാന വാതിലിന്റെ മുന്നിൽ വന്നും അസഭ്യങ്ങൾ വിളിക്കുകയും സ്ഥലത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതിലിട്ടിട്ടുള്ള വകുപ്പുകൾ 189(2), 191(2), 190, 296B, 351(2) ഇങ്ങനെ കുറച്ച് വകുപ്പുകൾ ചേർത്തിട്ടിട്ടുണ്ട്. നിലവിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ വാർത്ത എന്ന് പറയുന്നത്, ഈ ബാറിലെ അതിക്രമം കഴിഞ്ഞ ശേഷം ബാറുകാർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസുകാർ വന്നുവെന്നും അക്രമികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുമാറി ഇവരെ അടിച്ചു ചതച്ചതാണെന്നും ആദ്യം ഒരു പ്രചരണം നടന്നു. എന്നാൽ ഇവര് അടിച്ചു ചതച്ച ശേഷം ഇവർ നേരത്തെ പറഞ്ഞ കണ്ടാൽ അറിയാവുന്ന 10 പേർ, അത് കുറ്റകൃത്യം നടന്നത് 4/2/2025 11:15 പ്രതികൾ കണ്ടാൽ അറിയാവുന്ന 10 പേരാണ്. FIR ഇട്ടത് രാവിലെ 10:11. അപ്പൊ കണ്ടാൽ അറിയാവുന്ന 10 പേർ എന്ന് പറയുമ്പോൾ ഈ 10 പേരെ ഇവരെ ആക്കി മാറ്റാൻ, പിന്നീട് മൊഴിയാക്കി മാറ്റാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇവർ നടത്തിയത്. അതായത് യഥാർത്ഥ പ്രതികൾ വന്ന് കച്ചറ ഉണ്ടാക്കി പോയി, തല്ലുമുടി ഉണ്ടാക്കി പോയി. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ പാകപ്പഴ വരികയും ചെയ്യൂ. അപ്പോ ഈ ബാറുകാരുടെ മൊഴി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ഈ തല്ലുകൊണ്ടവരാണ് ഈ ബാറിൽ അതിക്രമം നടത്തിയത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢശ്രമമാണ് പോലീസിന്റെ കൈപ്പിഴ കൊണ്ട് പുറത്തായത്. ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ട് പുറത്തായത്. ഇനി നമുക്ക് രണ്ടാമത്തെ FIR നോക്കാം. FIR 296/2025. പരാതിക്കാർ സിത്താര മോള്, ശ്രീജിത്ത്, അതുപോലെ ഷിജിൻ. അവർക്ക് ഇട്ടിട്ടുള്ള വകുപ്പുകൾ 115(2), അതായത് അറിഞ്ഞുകൊണ്ടുള്ള ദേഹോപദ്രവം. അതുപോലെ 111(1) ആയുധം ഉപയോഗിച്ചിട്ടുള്ള അക്രമം. പിന്നെ 118(2) മാരകായുധം ഉപയോഗിച്ചിട്ടുള്ള അക്രമം. ഈ വകുപ്പ് എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പാണ്. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ 3(5) കൂട്ടം ചേർന്ന് പണി കൊടുക്കുന്ന പരിപാടി. എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും, അതിന് കൂട്ടം ചേർന്നിട്ട് പണി കൊടുക്കുമല്ലോ, ആ പണി കൊടുക്കുന്ന വകുപ്പ്. ഇതിൽ കുറ്റകൃത്യം നടന്ന സമയം അവർ എഴുതിയേക്കുന്നത് 4/2/2025 11 മണി. FIR ഇട്ടത് രാവിലെ 10:45. അപ്പൊ ഈ 2 കാര്യങ്ങളും ഒരു പണി കിട്ടിയവർക്ക്. ഈ പണി എവിടെ കിട്ടിയെന്നറിയാമോ? FIR ഇട്ടത് 10:45 എന്നാണ് ഇവിടെ ഇട്ടേക്കണേ.
പക്ഷെ ആദ്യത്തെ FIR ഇട്ടിട്ടുള്ളത് 295 ഇട്ടിട്ടുള്ളത് 10/11 അതായത് ഈ ബാറിലെ പ്രശ്നം നടന്ന FIR ഇട്ടത് 10/11 അതുപോലെ ഈ അടി നടന്ന അതായത് പോലീസുകാർക്കെതിരെയുള്ള FIR ഇട്ടത് 10:45 ഇവിടെ കറക്റ്റായി. ആദ്യം ബാറിലെ പ്രശ്നം നടക്കുന്നു, രണ്ടാമത് ഇവിടെ പോലീസുകാരിന്ന് ഇവിടെ അടിച്ചു നിരത്തുന്നു. അതായത് ആ പ്രശ്നം നടന്നതിന് ശേഷം അക്രമികളെ തെരഞ്ഞു നടന്ന പോലീസ് അക്രമികളെ കണ്ടു, അടിച്ചു. ആ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റി. എന്താണെന്നറിയാമോ? കുറ്റകൃത്യം നടന്ന സമയം ഇവിടെ രേഖപ്പെടുത്തിയത് ഈ ബാറിലെ വകുപ്പുണ്ടല്ലോ, ഈ ബാറിലെ വകുപ്പ് 11/15 കുറ്റകൃത്യം നടന്ന സമയം എഴുതി വെച്ചത്. 4/2/2025 11:15. ഈ പോലീസുകാർ പോയി അടിച്ചു നിരത്തിയ സമയം എഴുതിയത് 11 മണിയെന്നായി പോയി. 15 മിനിറ്റ് മുമ്പാണ് അടിച്ചു നിരത്തിയത്. ഇപ്പൊ പോലീസ് ഇട്ട FIR പ്രകാരം ആദ്യം ഈ കുടുംബത്തെ, കല്യാണത്തിന് പോയി വന്നിട്ടുള്ള ഈ കുടുംബത്തെ ആദ്യം പോലീസ് ഒന്ന് അടിച്ചു നിർത്തി അവർക്ക് പരിക്ക് പറ്റി ആകെ പ്രശ്നമായതിനു ശേഷമാണ് പിന്നെയാണ് ബാറിലെ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീടാണ് ബാറിന്റെ ആൾക്കാർക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതായത് ആദ്യം പോലീസ് അടിച്ചു നിർത്തി, അബദ്ധം പറ്റി. ആ FIRൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. പ്രതികൾക്ക് ആവലാതിക്കാരിയെയും കൂടെ ഉണ്ടായിരുന്നവരെയും അടിച്ച് ഗുരുതര പരിക്കുകൾ ഏൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 4/2/2025 തീയതി രാത്രി 11 മണി കഴിഞ്ഞ സമയം പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കുകയായിരുന്ന ആവലാതിക്കാരിയെയും ഭർത്താവിനെയും പോലീസ് വണ്ടിയിൽ വന്ന നീല ഷർട്ട് ധരിച്ച ഒരു പോലീസുകാരൻ എന്നാടാ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ആവലാതിക്കാരിയെയും ഭർത്താവിനെയും കൂടെ ഉണ്ടായിരുന്ന ഷിജിനെയും ലാത്തി കൊണ്ട് അടിച്ച് താഴെയിട്ട് ആവലാതിക്കാരിയുടെ വലത് ഷോൾഡറിന് പൊട്ടൽ സംഭവിപ്പിക്കുകയും ഭർത്താവിന്റെ തലയിൽ മുറിവും കയ്യിൽ ഉരവും മറ്റും സംഭവിക്കാൻ ഇടയാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാം? ഈ രണ്ട് സംഭവം കൂടി 2 FIR ഇടുമ്പോൾ ആദ്യം ബാറിലെ സംഭവം നടക്കുന്നു, പിന്നെ ഇവിടെ ഈ സംഭവം നടക്കുന്നു. ആദ്യം ബാറിൽ FIR ഇടുന്നു, രണ്ടാമത് ഇവിടുത്തെ FIR ഇടുന്നു. ഇതിൽ FIR ഓക്കെ ആയി. FIR ആദ്യം 295 FIR ആയിട്ട് ബാറിലെ പ്രശ്നം ഇട്ടു, 296 തൊട്ടടുത്ത FIR ആയിട്ട് പോലീസുകാർ അടിച്ചത് വിട്ടു. എന്നാൽ ഈ പ്രശ്നം നടന്നത്, കുറ്റകൃത്യം നടന്ന സമയം ഇവർ എഴുതിയപ്പോൾ പിഴച്ചുപോയി, സംഗതി കൊണ്ട് തിരിഞ്ഞുപോയി. ഇതാണ് ഏതെങ്കിലും ഒരു പാവത്തിന്റെ മണ്ടയിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു വെക്കാന്ന് വെച്ചാൽ ഇപ്പൊ ദൈവം കൂടെ ഉണ്ട് എന്ന്. ഇവിടെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ പിണറായിയോ പോലീസോ ആരും ഇവിടെ ജനങ്ങളെ രക്ഷയ്ക്കില്ലാത്തപ്പോ ദൈവമായിട്ട് അല്ലെങ്കിൽ കോടതിയായിട്ട് ഇവിടെ മുന്നിൽ കൊണ്ടുവെക്കാണ്. ഒരുപക്ഷെ ഈ ഒരു ഇത് ഇപ്പൊ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. കുറച്ച് കഴിയുമ്പോൾ 295/2025 ഒരു FIR ഇട്ടിട്ടുണ്ട്. ആ FIR പ്രകാരം 11 മണിക്ക് പ്രശ്നം നടക്കുന്നു. അങ്ങനെ 11 മണിക്കുള്ള പ്രശ്നത്തിന് പരിഹാരമായി ഇറങ്ങിയ പോലീസ് 11:15 ഈ ഇവരെ കാണുന്നു, ഈ അക്രമികളെ കാണുന്നു, അവരെ അടിച്ചു നിരത്തുന്നു. ഇങ്ങനെയാക്കി മാറ്റാനാണ് ഈ 2 FIR ഇട്ടത്. പക്ഷെ ദൈവത്തിന്റെ കരങ്ങൾ അവിടെ കയറി, പോലീസുകാർക്ക് പിഴച്ചു. ഏതായാലും ഇവർ പരാതിക്കാർ, ഈ അടികൊണ്ടവർ കോടതിയിലേക്ക് പോകുന്നു എന്നാണ് അറിയുന്നത്. കാരണം പോലീസ് ഇവിടെ ഒത്തുകളിക്കും, ഇവരെ പ്രതിയാക്കും എന്ന് ഏകദേശം ഉറപ്പായി. ഈ FIRന്റെ ഈ ഒരു തീയതി നേരെ തിരിഞ്ഞു വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് കഴിയുമ്പോൾ ഈ ബാറിൽ ഈ 11 മണിക്ക് അക്രമം നടത്തിയ പ്രതികൾ ആരായി മാറിയനെ? ഈ കുടുംബമായി മാറിയനെ. അങ്ങനെ കുടുംബമാക്കി മാറ്റാനുള്ള പോലീസിന്റെ ആസൂത്രിത ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞു വീണത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാണാം. Different angles. Don't forget to subscribe and support this channel.